ഹോർമുസ് കടലിടുക്കിലൂടെ അമേരിക്കൻ ആയുധങ്ങൾ പ്രാദേശിക സൈനിക താവളങ്ങളിലേക്ക് കടത്തിവിടാൻ അനുവദിക്കില്ല എന്ന ഇറാൻ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. ജലപാതയുടെ പൂർണ്ണ നിയന്ത്രണം ഇറാൻ സായുധ സേനയുടെ സംയുക്ത മേൽനോട്ടത്തിലാണെന്ന് സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രമിനിയ പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ആഗ്രഹിക്കുന്ന ഏത് രാജ്യവും ഇറാന്റെ സായുധ സേനയുടെ നിരീക്ഷണത്തിന് വിധേയമായിരിക്കണമെന്ന് മുൻ സായുധ സേനാ മേധാവി മേജർ ജനറൽ അബ്ദുൾ റഹീം മൂസവിയുടെ 40ാം ചരമദിന ചടങ്ങിൽ സംസാരിക്കവെയാണ് അക്രമിന പറഞ്ഞത്. അതേസമയം യുഎസിനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും നേരെ IRGC നാവികസേന ഡെപ്യൂട്ടി സയ്യിദ് സിയാഹ് സെറാനി കടുത്ത മുന്നറിയിപ്പ് നൽകി. യുഎസ് ഏതെങ്കിലും വിഡ്ഢിത്തം കാണിച്ചാൽ പേർഷ്യൻ ഉൾക്കടലിനെ അമേരിക്കൻ നാവികരുടെ നീല ശ്മശാനമാക്കി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാന്റെ സൈനിക ശക്തി പൂർണ്ണമായും തകർത്തുവെന്ന അമേരിക്കൻ ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും ഭൂരിഭാഗവും ഇപ്പോഴും പ്രവർത്തനക്ഷമമാണെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തലുകൾ. ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാന്റെ 33 മിസൈൽ കേന്ദ്രങ്ങളിൽ 30 എണ്ണം ഇപ്പോഴും സജീവമോ ഭാഗികമായ പ്രവർത്തനക്ഷമമോ ആണ്. ലോകത്തിന്റെ എണ്ണ വിതരണത്തിൽ ഏകദേശം 20% കടന്നുപോകുന്ന മേഖലയാണിത്. സംഘർഷം വീണ്ടും വഷളായാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും എണ്ണക്കപ്പലുകൾക്കും ഇത് വലിയ ഭീഷണിയായി മാറും. ഇറാന്റെ കൈവശം യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന മിസൈൽ ശേഖരത്തിന്റെ 70%വും മൊബൈൽ മിസൈൽ ലോഞ്ചറുകളുടെ 70%വും ഇപ്പോഴും സുരക്ഷിതമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇതിൽ മിഡിൽ ഈസ്റ്റിലുടനീളം ആക്രമണം നടത്താൻ ശേഷിയുള്ള ബലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ഇറാന്റെ ഭൂഗർഭ മിസൈൽ സംഭരണ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ 90%വും വീണ്ടും പ്രവർത്തന സജ്ജമായതായാണ് കരുതപ്പെടുന്നത്. ഇറാന്റെ സൈന്യം ഗുരുതരമായി തകർന്നുവെന്ന് പ്രസിഡന്റ് ട്രംപും മന്ത്രിമാരും നിരന്തരം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് US ഇന്റലിജൻസ് റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. മാർച്ചിൽ ഇറാന്റെ സൈന്യം നാവികസേന, വ്യോമസേന എന്നിവയുൾപ്പെടെയുള്ള സൈനിക ശക്തി അവശേഷിക്കുന്നില്ല എന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. അതേസമയം US ഇസ്രയേൽ സംയുക്ത ഓപ്പറേഷൻ ഇറാനെ വർഷങ്ങളോളം യുദ്ധം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാക്കിയെന്നായിരുന്നു പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പ്രസ്താവിച്ചിരുന്നത്. എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ ഈ അവകാശവാദങ്ങളെയെല്ലാം പൂർണ്ണമായും നിഷേധിക്കുന്നതാണ്. അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഭൂഗർഭ സംവിധാനങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുന്നതിന് പകരം അവയുടെ പ്രവേശന കവാടങ്ങൾ അടയ്ക്കുക മാത്രമാണ് പലയിടത്തും ചെയ്തത്. ബങ്കറുകൾ തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങളുടെ കുറഞ്ഞ ലഭ്യതയാണ് ഇതിന് കാരണം. യുദ്ധസമയത്ത് അമേരിക്ക ഏകദേശം 1100 ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലുകളും 1000-ലധികം ടോമഹോക്ക് മിസൈലുകളും 1300-ലധികം പാട്രിയറ്റ് ഇന്റർസെപ്റ്ററുകളും ഉപയോഗിച്ചു. ഈ ആയുധശേഖരം അതിവേഗം തീർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇവ പുനഃസ്ഥാപിക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതാണ് നിലവിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളെ ആശങ്കപ്പെടുത്തുന്നത്. ഇറാനുമായി വീണ്ടും വലിയൊരു യുദ്ധം ഉണ്ടായാൽ അമേരിക്ക ആയുധങ്ങൾ സ്വന്തം ആവശ്യത്തിനായി മാറ്റിവെക്കുമെന്നും ഇത് യുക്രൈൻ പോലുള്ള രാജ്യങ്ങൾക്കുള്ള ആയുധ വിതരണത്തെ ബാധിക്കുമെന്നുമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.